പലപ്പോഴും എന്തുകൊണ്ടാണ് അമ്മമാരോട് മാത്രം റെസ്പെക്ട് കാണിക്കാത്തത്? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഈ പറയുന്ന കാരണങ്ങളെല്ലാം ആവണം എന്നില്ല, പക്ഷെ ചിലതാകാം. നമ്പർ 1, ഫാദർ ഓർ റിലേറ്റീവ്സ് ഡിസഗ്രീയിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിൽഡ്രൻ. അതായത് പല വീടുകളിലും അച്ഛനമ്മമാർ ഒരുമിച്ചിരിക്കുമ്പോൾ അമ്മയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാരോ അമ്മയുടെ വീട്ടുകാരോ ഇങ്ങനെ പറയുമ്പം അമ്മയോടെ കോൺസ്റ്റന്റ് ബ്ലെയിമിൻ്റെ ഒരു ഇതാവുമ്പം, അതായത് ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുമ്പോൾ കുഞ്ഞിത് കാണുമല്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടി ഇത് തന്നെ മോക്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. നമ്പർ 2 ഇസ് ഓവർ ഫെമിലിയാരിറ്റി. അതായത് എന്തൊക്കെയാണെങ്കിലും ഇത് അമ്മയല്ലേ എന്നുള്ളൊരു ഫ്രീഡം എടുത്തിട്ട് കുഞ്ഞുനാളിലെ മുതലേ ഇങ്ങനെ പറഞ്ഞു വരുന്നു, അമ്മ അതിന് റിയാക്ട് ചെയ്യുന്നില്ല, അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്നു. ദേ നോ ഇത്രയ്ക്ക് പോയാലും അമ്മ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ഫീലിംഗ്. നമ്പർ 3, അമ്മയുടെ ഒരു ഇമോഷണൽ എക്സോഷൻ കുട്ടിൻ്റെ അടുത്തേക്ക് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആ ഒരു ബേർഡ് ഔട്ട്, നമ്മുടെ ഒരു ഇമോഷണലി നമ്മൾ ഡ്രെയിൻഡ് ആവും, ഇതെല്ലാം കൂടെ എടുത്ത് കാണിക്കുന്ന കുട്ടിയുടെ അടുത്താണ്. അപ്പോൾ കുഞ്ഞിന് ആ ഒരു റെസ്പെക്ട് അങ്ങോട്ട് കിട്ടാത്തപ്പം ഓട്ടോമാറ്റിക്കലി കുട്ടി ഇറിറ്റേറ്റഡ് ആവും. എന്താണ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും, നമ്മുടെ കൈയും കാലം നമ്മൾ കാണിക്കുന്ന രീതി ഇതെല്ലാം അതുപോലെയാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഓക്കെ. നമ്പർ 4 ഇസ് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബൗണ്ടറി. നമ്മുടെ മൂഡ് പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഇങ്ങനെ അങ്ങനെ നീങ്ങുമ്പം കുട്ടിയുടെ മൂഡും ഇതേപോലെ തന്നെ ആവുന്നുണ്ട്. റിമെമ്പർ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ചൈൽഡിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. അതായത് ഇപ്പോൾ ഒരു ട്വീനിൽ നിന്ന് ടീനിലേക്ക് കയറുമ്പോൾ, ടീനിൻ്റെ ഒരു പ്രൈം സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ടൈമിലൊക്കെ പലപ്പോഴും അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഈ ദേഷ്യം, റെസ്പെക്റ്റ് ഇല്ലായ്മ, പറഞ്ഞാൽ കേൾക്കാത്തത്, ഉള്ള സ്വഭാവങ്ങളെല്ലാം കംപ്ലീറ്റ്ലി മാറുന്നത്, ഇതൊക്കെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൽ ഇത് വളരെ കോമൺ ആണ്.